ഞാൻ രണ്ട് രാജ്യങ്ങളുടെ സിറ്റിസനാണ്. വെറും ഫവാസ്കറിനെ കണ്ടിട്ട് വട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമ്മ എൻ്റെ പല്ല് പോയി എന്ന്. അപ്പോൾ ഉദ്ദേശം അതാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എഴുതി വന്നത് ഇത് പല ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ് എന്നെക്കുറിച്ച്. പക്ഷേ ഞാനത് നിർത്തി. ഹായ് ഫ്രണ്ട്സ്, ഇത് നമിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ച് റാൻഡം ഫാക്ട്സ് എന്നെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഇവിടെ ആക്ച്വലി വേറെ എവിടുന്നുമല്ല. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ബ്ലോഗിൽ എഴുതിയ കുറേ ഫാക്റ്റുകളാണ് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൽ ചിലതിലൊക്കെ വ്യത്യാസമുണ്ട്, ചിലത് പുതിയതാണ്, ചിലത് ഞാൻ പഴയ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ബ്ലോഗ് പോസ്റ്റ് വായിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻഫോ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ചാനൽ ഞാനും ഉണ്ട്, പക്ഷേ ഞാൻ തനിച്ചല്ല. ഞാനുണ്ട്, എൻ്റെ സിസ്റ്റർ പ്രൊമിതയുണ്ട്. ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊമി ഫ്രാൻസിൽ നിന്നാണ്. ഞങ്ങൾ രണ്ടുപേരും അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ പെർ വീക്ക് ഞങ്ങളിടാൻ ശ്രമിക്കുന്നതാണ്. സോ പ്ലീസ് സപ്പോർട്ടേഴ്സ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സമയം ഞാനിപ്പോൾ തരാം. നമുക്ക് ഇൻട്രോ ഇടാം. അപ്പോൾ എല്ലാവരും ചായയൊക്കെ എടുക്കാം, നമുക്ക് ഒന്നിച്ച് ഈ വീഡിയോ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ്, ഞാൻ നാട്ടിൽ ഒരൊറ്റ ദിവസം മാത്രം സ്കൂളിൽ പോയിട്ടുള്ളൂ. വേറൊരു ഫാക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ രണ്ട് രാജ്യങ്ങളുടെ സിറ്റിസനാണ്. യെസ്, എനിക്ക് ഡ്യുവൽ നാഷണാലിറ്റി ഉണ്ട്. ഒന്ന് ജർമ്മൻ ആൻഡ് ഓഫ് കോഴ്സ് ഫ്രഞ്ച്. നാട്ടിൽ വരാൻ ലൈഫ് ലോങ് വിസ. അപ്പോൾ ഈ മൂന്ന് സംഭവമാണ് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ളത്. മക്ഡൊണാൾഡ്സ്, 2 വർഷം ഞാൻ മക്ഡൊണാൾഡ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊരു വല്ലാത്ത എന്നെ മോൾഡ് ചെയ്ത ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ നാട്ടിലിപ്പോഴും കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു എല്ലാ സോഷ്യൽ ക്ലാസ്സും ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇവിടെ ഫ്രാൻസോ അല്ലെങ്കിൽ ജർമ്മനിയിലോ നമ്മളെ പാരൻസ് ഡോക്ടർ ആവട്ടെ, എൻജിനീയർ ആവട്ടെ, എന്തായിക്കോട്ടെ, ഇത്തരം എക്സ്പീരിയൻസിനോട് അവർ നോ പറയില്ല. അതൊരു വലിയൊരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ പാരൻസ് അവർ നാട്ടിൽ വളർന്ന ആൾക്കാരാണ്. ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ്. അതിൻ്റെ ഗുണങ്ങളും നല്ല വശങ്ങളും മോശവശങ്ങളും ഒക്കെ അളന്ന് ഞങ്ങളെ വിശ്വസിച്ച് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കൂ എന്ന് പറയാൻ ഉണ്ടായ ആ ഒരു മനസ്സിനോട് ഞാൻ 1000 നന്ദി ഞാൻ പറയണം എൻ്റെ പാരൻസിനോട്. ബിക്കോസ് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഫ്രഞ്ച് ആയിരുന്നു എൻ്റെ മേജേഴ്സ്. ഹൈസ്കൂളിൽ നമ്മൾ സയൻസ് ആണോ അല്ലെങ്കിൽ എക്കണോമിക്സ് ആണോ ഫ്രഞ്ച് ആണോ, ഇതാണ് മെയിൻ 3 ബ്രാഞ്ചസ്. അതാണ് ഞാൻ എടുത്തിരുന്ന ലിറ്ററേച്ചറായിരുന്നു. എനിക്ക് ഫ്രഞ്ച് ഭാഷ എന്നുള്ള ഒരു ഭാഷയോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ്. ഞാൻ അലിയൻസ് ഫ്രാൻസൈസ് സർട്ടിഫൈഡ് ടീച്ചറും കൂടിയാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ ട്യൂഷനും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ട്യൂഷന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അല്ലെങ്കിൽ പ്രമിക്കും താല്പര്യമുണ്ട്, ഇപ്പോൾ പ്രമിയും ചെയ്യുന്നുണ്ട്. സോ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട. കൊക്കക്കോള, സ്പ്രൈറ്റ്, ഫാൻറ്റ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അത് കുടിച്ചിട്ട് ഞാൻ ഒരു 8 വർഷമൊക്കെ ആയിട്ടുണ്ടാകും അറ്റ്ലീസ്റ്റ്, എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ വർഷങ്ങൾ കണക്കാക്കുന്നില്ല. പക്ഷേ ഞാനത് ഒരു തോന്നൽ ഞാൻ നിർത്തിയതാണ്. അതിപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ KFCയിൽ ഇങ്ങനെ ഡ്രിങ്ക്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ, അപ്പോൾ വെള്ളം പല സെലക്ഷനും ഉണ്ട്, കോക്ക് ഉണ്ട്, പെപ്സി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഒരു തോന്നൽ, അന്ന് വേണ്ട, ഇനി മുതൽ ഈ സോഡകളൊന്നും വേണ്ട, നമുക്ക് വെള്ളവും സാധാരണ എന്തെങ്കിലുമൊക്കെ കുടിച്ചാൽ മതി, സോഡ വേണമെങ്കിൽ ഒന്ന് നിർത്തിയേക്കാം എന്ന് ഒരു തോട്ട് അന്ന് വന്നതാണ്. വെറുതെ റാൻഡംലി, അങ്ങനെ പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ ഒരു തോട്ട് ഇന്ന് ഞാൻ അൽഹംദുലില്ലാ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒരു പിസ്സ അല്ലെങ്കിൽ ഒരു ബിരിയാണിയുടെ കൂടെ കൊക്കക്കോള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷേ ഞാനത് നിർത്തി.
ഒരു 15-16 വയസ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ടീനേജ്, നമ്മളുടെ ഒരു ഏറ്റവും നമുക്ക് നല്ല ഭംഗിയിൽ നടക്കണം എന്ന് തോന്നുന്ന ആ ഒരു പ്രായം, ആ ഒരു പ്രായത്തിൽ ഞാൻ ഓൾ ഓഫ് സഡൻ കണ്ണെഴുതാനൊക്കെ ഞാൻ നിർത്തി. കാരണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അതിലൊരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നാൻ കാരണം വെച്ചാൽ ഇതൊരു ദിവസം ഉമ്മ എന്നോട് പറഞ്ഞു, ഇനിമേ നീ ആയിരുന്നു കടയിൽ, തൊട്ടടുത്തൊരു കടയിൽ സാധനം മേടിക്കാൻ പറഞ്ഞു. ഞാൻ ആ തൊട്ടടുത്ത കടയിൽ ആരും തന്നെ ഉണ്ടാവില്ല ആ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതുന്നു. അപ്പോൾ കണ്ണെഴുതുന്ന സമയത്ത് എനിക്ക് തോന്നി, എന്തിനാ ഈ തൊട്ടടുത്തുള്ള ഈ ഒരു കടയിൽ ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ എഴുതുന്ന. അന്ന് എനിക്ക് തോന്നി ഞാൻ എന്നെ മേക്കപ്പ്, അല്ലെങ്കിൽ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ കണ്ണെഴുതുക, അതാണ് എൻ്റെ മെയിൻ. പക്ഷെ ആ കണ്ണെഴുതുമ്പോൾ തന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം, നമ്മൾ ആ ഒരു ചെറിയൊരു ലൈൻ നമ്മളുടെ കണ്ണിൻ്റെ അടിയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെനിക്ക് ഫീൽ ചെയ്തു. എനിക്കെന്തോ അതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങോട്ട് നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ കൊക്കോള നിർത്തി, ഇതുപോലെ നിർത്തി. എനിക്കൊരു അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ ഞാൻ ആ ഭാഗത്ത് ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ഡൗൺ ചെയ്യും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അതിൽ ആകെ ഞാൻ ഫെയിലാവുന്നത് ചായ. ഇതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ ലൈഫിൽ. ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചായ ഒരു അഡിക്ഷനാണ് എന്ന് ഞാൻ പറയാൽ യെസ്. ഞാൻ രാവിലെ എണീക്കുന്ന തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എണീക്കുന്ന ദിവസങ്ങളുണ്ട്. അത്രക്കും ഇഷ്ടമാണ്. പിന്നെ ആ ഒരു ചായ എന്ന് പറഞ്ഞൊരു ആ ഒരു പ്രോസസ്സ്, ഓഫ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതൊരു ഭയങ്കര ഒരു സംഭവം, ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉഴപ്പാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണ് ഈ ചായ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചായ കുടി എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസത്തിലൊരു 5-6 എന്നല്ല ഒരു 8 എണ്ണമൊക്കെ കുടിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഒരു 8 ചായ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു 2 ചായ, അതെനിക്കൊരു വളരെ നോർമലായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു രാവിലെ ഒരെണ്ണം, ഒരു വൈകിട്ട് ഒരെണ്ണം. ഈ കൊക്കോള അല്ലെങ്കിൽ ഇത് കണ്ണെഴുതുന്നത് പോലെയൊക്കെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നും പറ്റുമെന്ന്. പക്ഷേ എന്തോ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു എൻ്റെ വ്ളോഗ് വല്ല കണ്ണൻ ദേവനോ ലിപ്റ്റനോ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു. കാരണം ഞാൻ അത്യാവശ്യം നല്ലൊരു ചായയുടെ അംബാസഡറാണ്. അപ്പോൾ എല്ലാവരും ഒരു ചായ കുടിച്ചോട്ടോ. ജോലി ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കൊളീഗോ മാനേജറോ വന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു ടാസ്കിനെ കുറിച്ച് സംസാരിച്ചാൽ എന്തെങ്കിലും നമുക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത സംഭവം വെറുതെ പോയിട്ട് ഞാൻ കുറേ നേരം റിസർച്ച് ചെയ്ത് സ്വയം കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ ഈ മനസ്സിലായില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ട് വേറെ ഒന്നുമല്ല, അതൊരു ഈഗോ അല്ലെങ്കിൽ അയ്യോ മനസ്സിലായില്ല എന്ന് പറയുന്നൊരു കുറച്ചിലാണ് എന്നൊരു വിഷയമല്ല. പക്ഷേ അവരുടെ സമയം നമ്മൾക്ക് തരുന്നതല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ അത് വളരെ 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 വലിയ വിഡിത്തമാണ്. കാരണം ആ ഒരു 5 മിനിറ്റ് ഞാൻ അവരോട് ചോദിക്കണം, ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഗുണങ്ങളുണ്ട്. ഒന്നാമതെന്ന് വെച്ചാൽ അവർക്ക് ഇത്തിരി കൂടി ബെറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ അവർക്കും കഴിഞ്ഞെന്ന് വരും. നമ്മൾക്കൊരു ഗുണം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഗുണം എന്ന് വെച്ചാൽ ആ ഒരു 5 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ റിസർച്ചിനൊന്നും സമയം കളയണ്ട. പണ്ട് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ ആ ഒരു 5 മിനിറ്റ് ഞാൻ പേടിച്ചെന്ന് വെച്ചാൽ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഞാൻ സ്വയം ഒരു ആൻസർ കണ്ടെത്താൻ ഞാൻ നോക്കുമായിരുന്നു. എന്തൊരു ടൈം വേസ്റ്റ് ആയിരുന്നു അറിയോ, ഭയങ്കര ടൈം വേസ്റ്റാണ്. ആ ഒരു ടീമിന് തന്നെ അതൊരു ഗുണം ചെയ്യില്ല. നമ്മൾ അവരോട് ചോദിച്ചാൽ അവരെന്തായാലും വരും നമ്മളുടെ അടുത്ത്, നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തണം. അതും അവരുടെ ടാസ്ക്കാണ്. ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു കൊളീഗ് എന്ന് പറഞ്ഞാൽ ഒരു നോളേജ് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അത് അവരുടെയും കൂടിയും ബാധ്യതയാണ്. അപ്പോൾ നമ്മളത് എടുക്കുക, അത് നമ്മളുടെ റൈറ്റാണെന്നായിട്ട് തന്നെ വിചാരിച്ച് നമ്മളത് എടുക്കുക തന്നെ വേണം. അതെടുത്ത് നമ്മൾ എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പോയിട്ട് 10-20 മിനിറ്റ് എക്സ്ട്രാ വേറെ ടാസ്ക് ചെയ്യുന്നതിന് പകരം വെറുതെ റിസർച്ച് ചെയ്തിട്ട് കളയണേക്കാൾ നല്ലത് അതാണ്. അത് ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് ഞാൻ ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വെച്ചിട്ട് ഞാനത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ വളരെയധികം എഫിഷ്യൻ്റ് ആവും. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളിതിങ്ങനെ കറക്റ്റ് ചെയ്തോളൂ.
പാമ്പ് എന്ന സംഭവത്തെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നുവെച്ചാൽ ടി വിയിലോ വല്ല പടമോ എന്തെങ്കിലും കണ്ടാൽ ഞാൻ എൻ്റെ അടുത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വലിച്ചെറിഞ്ഞ് എനിക്ക് അത്രക്കും പേടിയാണ്. ഈക്വലി പേടി പ്രേമിക്കുന്നുണ്ട്, ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് വാവാ സുരേഷിൻ്റെ ഒക്കെ വീഡിയോ തംബ്നെയിലായിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഞാനത് എങ്ങനെയെങ്കിലും അത് സ്ക്രോൾ ചെയ്ത് ഞാൻ എൻ്റെ പേജിൽ നിന്ന് ഇല്ലാണ്ടാക്കും. എനിക്ക് ഒട്ടും പറ്റില്ല, ഭയങ്കര പേടിയാണ്. ഫോട്ടോഗ്രാഫി എൻ്റെ ഒരു പാഷനാണ്. പാഷൻ എന്ന് വെച്ചാൽ എനിക്ക് ടെക്നിക്കൽ നോളേജ് എന്ന് പറഞ്ഞ സംഭവം ഒട്ടും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ മാറ്റുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്. എഡിറ്റിംഗ് ആവട്ടെ, ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ. ടെക്നിക്കൽ നോളേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഞാൻ DSLRലാണ് ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. ഇപ്പം എനിക്കധികം സമയം കിട്ടുന്നില്ല. അതും എല്ലാവരും അപ്പോൾ വിചാരിക്കും ഓട്ടോമാറ്റിക് ആണോ എന്ന്. അങ്ങനെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, മാനുവൽ മോഡിൽ തന്നെയാണ്. എനിക്ക് കയ്യിൽ സാധനം കിട്ടിയാൽ എനിക്കറിയാം ഞാൻ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യണം, എനിക്ക് എന്ത് വേണം, എന്ത് റിസൾട്ടാണ് വേണ്ട എന്നതിനനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനറിയാം. പക്ഷേ ആ ഒരു കാര്യം ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പാസ്ത, സ്പഗറ്റി, മക്രോണി, ഫർഫാലെ, എനിക്കറിയില്ല. പാസ്ത എന്ന് പറഞ്ഞ സാധനം അത് ഏത് ഷേപ്പ് ആയിക്കോട്ടെ എനി ടൈം ഞാൻ കഴിച്ചോളും. അതും വെറും ഫവാസ്കറിനെ കണ്ടിട്ട് വട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വെറും ഉപ്പും ബട്ടറും മതി, ഹാപ്പിയാണ് ഞാൻ. ഈ യെസ് എന്നതിന് പകരം പലവരും യപ്പ് എന്ന് എഴുതും അല്ലേ, YEP. എനിക്കത് ഒട്ടും അങ്ങോട്ട് സൈക്കിൾ എനിക്ക് ഇഷ്ടമില്ല. ഭയങ്കര ഒരു അഹങ്കാരം ഫീൽ ചെയ്യും ആ ഒരു വാക്കിൻ്റെ പിന്നിൽ. ഇത് പല ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ്. എൻ്റെ ഫാക്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പാരൻസിന് അറിയുന്നോ, പ്രേമിക്കറിയുന്നോ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനും അറിയുന്നോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളരെ വളരെ പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണ്. കരയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നല്ലൊരു പടം കണ്ടാൽ, അല്ലെങ്കിൽ വളരെ ഒരു നല്ല എൻഡിങ് കണ്ടാൽ എനിക്ക് കരച്ചിൽ വരും. പക്ഷേ ഞാനത് പിടിച്ചു നിർത്തും. നല്ലൊരു ലാൻഡ്സ്കേപ്പ് കണ്ടാൽ, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടാൽ എനിക്ക് ആ ഭംഗി കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരും. ഇൻഫാക്റ്റ് സന്തോഷം വന്നാൽ എനിക്ക് കരച്ചിൽ വരും. അത് എനിക്കത് പലർക്കും, പക്ഷെ അത് ഒരു എന്തെങ്കിലും ആകാം. എനിക്ക് എന്ന് വെച്ചൊരു ഐസ്ക്രീം കണ്ടാൽ എനിക്ക് കരച്ചിൽ വരില്ല. പക്ഷേ അതൊരു നല്ലൊരു ക്രിയേഷൻ, നല്ലൊരു എന്തോ അങ്ങനെ കണ്ടാൽ എനിക്ക് കരച്ചിൽ വരും. പക്ഷേ ഇത് ആർക്കും ഞാൻ അറിയില്ല. എൻ്റെ ഇമോഷൻസ് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഹൈഡ് ചെയ്യുന്ന ഒരാളാണ്. അതാണ് എൻ്റെ വേറൊരു ഫാക്റ്റ് എന്ന് വെച്ചാൽ, എൻ്റെ ഇമോഷൻസ് ഞാൻ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യും. ഇൻഫാക്റ്റ് ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഹസ്ബൻഡൊന്നും അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ നല്ലൊരു മൂവിയുടെ എൻഡിങ് കണ്ടിട്ട് കരയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യും. സ്നാക്സ് അത് വേറൊരു സംഭവമാണ്. ഈ നമ്മുടെ നാട്ടിലത്തെ എനിക്കറിയില്ല, കൊടുങ്ങല്ലൂരൊക്കെ ഈ അമ്മുമക്കാത് അല്ലെങ്കിൽ ഉഴുന്നട എന്നൊക്കെ പറയും. അതൊക്കെ ഒരു പാക്കറ്റ് പല ആൾക്കാരും വിശ്വസിക്കില്ല. ഒരു പാക്കറ്റ് ചിപ്സൊക്കെ മേടിച്ചാൽ ആക്ച്വലി എനിക്ക് വളരെ ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ ഒരു ഹാഫോളം എനിക്ക് കഴിക്കാനുള്ള ഒരു കഴിവുണ്ട്. പല ആൾക്കാരും വിചാരിക്കും ഇല്ല എന്ന്. പക്ഷേ സ്നാക്സ് എന്ന സംഭവം ഞാനത് മേടിക്കാതെ നോക്കും. കാരണം അത്രക്കും എനിക്കിഷ്ടമാണ്. മുറുക്ക്, അച്ചപ്പം, കുഴലപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്നാലും എനിക്ക് നമ്മുടെ നാട്ടിലത്തെ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വാച്ച് ഇപ്പം ഞാൻ കിട്ടിയിട്ടില്ല. പക്ഷേ വാച്ച് എന്ന സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അത് പല കളറ്, പല ഷേപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എൻ്റെ ഒരു ഇതിൽ ഒരു നല്ലൊരു വേറെ ഒന്നും വേണ്ട, നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്താൽ, എനിക്ക് ബാഗിനോടോ അങ്ങനെ അതിനോടൊന്നും വലിയ ക്രേസൊന്നുമില്ല. പക്ഷെ നല്ലൊരു വാച്ച് ഉണ്ടായാൽ ഐ തിങ്ക് നമ്മുടെ ഒരു ഫുൾ അറ്റയറിനെ അതങ്ങോട്ട് എൻഹാൻസ് ചെയ്യുന്ന എനിക്കൊരു ഫീലുണ്ട്. ഒന്നും നമ്മൾ വേറെ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മലോ മാലോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു വാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഡൺ. അപ്പം മലയാളം എനിക്ക് വായിക്കാനറിയാം, എഴുതാനും അറിയാം അത്യാവശ്യം. പക്ഷേ വായനയാണ് ബെറ്റർ.
അപ്പോൾ മലയാളം വായിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ വലിയ സാഹിത്യമൊന്നുമല്ല, എന്നാൽ പോലും ഒരു വനിത ആ ഒരു ലെവലിലൊക്കെ എനിക്ക് വായിക്കാൻ പറ്റും. മലയാളം ഞാൻ എഴുതിയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒട്ടും തന്നെ എഴുതാൻ പറ്റില്ല. കണ്ടാലൊരു UKG LKG പിള്ളേർ അതിനേക്കാൾ ബെറ്ററായിട്ട് എഴുതും. അത്ര നല്ല ഭംഗിയായിട്ടുള്ള കൈയക്ഷരമാണ്. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന ഒരു സമയത്ത് ഉമ്മ വീട്ടിലിരുത്തി പഠിപ്പിച്ചിട്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ കത്തൊക്കെ നാട്ടിലേക്ക് എഴുതുമായിരുന്നു. അപ്പം റിയാർത്തുമാക്ക് ഞാൻ അയച്ചൊരു കത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ റിയാർത്തുമാക്ക് ഞാൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഉമ്മ എൻ്റെ പല്ല് പോയി എന്ന്. അപ്പോൾ ഉദ്ദേശിച്ചത് അതാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എഴുതി വന്നത് നല്ല ആർട്ടിസ്റ്റാണ്. രയിത്ത എനിക്ക് മറുപടി തരുമ്പോൾ വരച്ചിട്ടൊക്കെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എഴുതാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഐ തിങ്ക് നമ്മളൊന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റും, കൈയക്ഷരത്തിനും കൂടി ബെറ്റർ ആക്കിയിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള റാൻഡം ഫാക്ട്സ്. എന്തായാലും ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഇൻഫോ ബോക്സിലിടാം. അതിൽ ചില കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ അല്ല ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, വേറൊരു വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇത്തിരി ഒരു ഫൺ ആൻഡ് ഇത്തിരി കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ്. അതിപ്പോൾ നന്നായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇന്ന് അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പം അത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ തീർച്ചയായിട്ടും ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മറുപടി തരാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. സോ സീ യു സൂൺ ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.